എക്സാമൊക്കെയായി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല. എവിടുന്ന് തുടങ്ങണം എന്ന് പറയും. എന്തായാലും ഇന്ന് ബയോളജിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എടുത്തിട്ട് കുറെ കാലായി വീട്ടിൽ നിന്ന് വായിക്കലേ ഇല്ല. പിന്നെ ഈ ഒരു ചാപ്റ്റർ കണ്ടു, ഇതെങ്ങനെ പഠിക്കും? എനിക്കാണെങ്കിൽ ഉറക്കനെ വായിക്കാതെ പഠിക്കാനും കഴിയില്ല. ടോട്ടലി ഞാൻ പെട്ട അവസ്ഥ. പിന്നെ ഇതെന്തിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അറിയാത്തവർക്കായി ഞാൻ പറയാം, അതെന്നെ പ്രഗ്നൻസിനെ കുറിച്ച്. ഈ ചാപ്റ്ററൊക്കെ എന്തിനാ 9ാം ക്ലാസ് കൊണ്ടുവച്ചെന്ന് ടീച്ചേഴ്സിന് പോലും അറിയാം. എന്തായാലും പഠിച്ചേ പറ്റൂ. എന്തായാലും ആ ചാപ്റ്ററല്ല ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ്റെത്. ഇനി ഇതിലുണ്ട് ട്വിസ്റ്റ്. ഇതിലുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ വായല് കിട്ടാത്ത വേർഡ്സ് ആയിരിക്കും. പറ്റൂന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തോടു കൂടി ഞാൻ ഈ ചാപ്റ്റർ അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ ഇപ്പൊ സ്റ്റഡി പ്ലാനർ ഒന്നും ഉണ്ടാക്കണില്ല, കാരണം എനിക്കത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുള്ള ബയോളജിന്റെ മാത്രം ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കുകയാണ്. ഇന്ന് ഒരു 2 ചാപ്റ്ററെങ്കിലും പഠിക്കാനാണ് പ്ലാൻ. നടക്കുമോന്നറിയില്ല. ഇപ്പൊ തന്നെ ഉച്ച 2 മണി ആയിട്ടുണ്ട്. ഇനി എപ്പോ പഠിക്കാനും. ഇന്ന് രാവിലെ ഞാൻ ക്ലാസിഫിക്കേഷന്റെ ഭാഗം കുറച്ച് പഠിച്ചു. ഇനി അതിൽ നിന്ന് കുറച്ചുകൂടി പഠിക്കാനുള്ളൂ. എന്തായാലും പ്ലാനർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഈ പഠിക്കണ നേരം ഇനി ഞാനൊരു ടീച്ചറാവും. അങ്ങനെ പറയാൻ കാരണം ഞാൻ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ രൂപത്തിലായിരിക്കും പഠിക്കുക. അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി. എന്തായാലും വെള്ളം കുടിച്ച് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. സ്റ്റാർട്ട് ലൈക്ക് എ ടീച്ചർ. അത് വിചാരിച്ച് എനിക്ക് ടീച്ചർ ആവാൻ തീരെ ഇഷ്ടമല്ല. നമ്മുടെ ചാനലില് ചെറിയ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അപ്പം അവർക്ക് എന്താന്ന് അറിയണ്ടാവില്ല ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഓരോന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ തരം തിരിക്കുക എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിനെ തന്നെയാണ് 3 ഡൊമൈൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 3 ഡൊമൈൻസ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ച ആള് കാൾ വൂസ് ആണ്. ഇതിനൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം എന്താന്ന് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഗീവ് അവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറെ വട്ടം അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ആക്കി. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഇഷ്യൂ. ഏത് മ്യൂസിക്കിനും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ വട്ടം എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസമായിരിക്കും കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അപ്ലോഡ് ചെയ്ത് അപ്പൊ തന്നെ കോപ്പിറൈറ്റ് കാണിക്കുന്നില്ല. ഇങ്ങക്ക് തന്നെ കണ്ട് ബോറടിച്ചിണ്ടാവും. എനിക്കും അടുത്ത് ഗീവ് അവേന്റെ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. എന്തായാലും ഡിലീറ്റ് ആക്കിയ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. എനിക്ക് നിങ്ങളെ കമന്റ്സ് ഒക്കെ നല്ല ഇഷ്ടമാവുന്നുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇനി എന്തായാലും ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ കുറവായിരിക്കും. കാരണം നമുക്ക് പഠിക്കാനേ നേരമില്ല. അതുകൊണ്ട് ഇനി അധികം സ്റ്റഡി വ്ളോഗ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങക്ക് ഗീവ് അവേന്റെ ഗിഫ്റ്റ്സ് ഒക്കെ വേഗം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് എല്ലാരും 1K സബ്സ്ക്രൈബേഴ്സ് വേഗം. എനിക്ക് ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ കമന്റ് ഒക്കെ എനിക്ക് അത്രേ ഇഷ്ടമായി. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കേട്ടോ എന്റെ മോട്ടിവേഷൻ. പിന്നെ എനിക്ക് എല്ലാവർക്കും ഗിഫ്റ്റ്സ് തരാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇൻഷാല്ല ഒരു 10K ഒക്കെ ആയിട്ട് നമുക്ക് കുറെ പേർക്ക് ഗീവ് അവേ കൊടുക്കണം. ഇതിന് നിങ്ങൾ സഹായിക്കൂലേ? അങ്ങനെ ഗൈസ് നമ്മൾ പഠിച്ച് ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് 6 ചാപ്റ്റർ. അങ്ങനെ ഗൈസ് ഈവനിങ് ആയാലേ എന്റെ ടേബിളിന്റെ അവിടെ നല്ല വെളിച്ചം വരും, നല്ല ഭംഗിയായിട്ട് കാണാൻ. ഞാൻ വെള്ളം നോക്കിയാണ്ട് കൈക്കൊണ്ട് ഇതുപോലെ പല ആക്ഷൻസും കാണിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും നമുക്ക് ഈവനിങ്ങത്തെ സ്നാക്സ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ബ്രെഡ് ടോസ്റ്റ് ആണ്. അതിന്റെ കൂടെ ഞാൻ കട്ടൻ ചായയും കൂടി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് ഇന്ന് ബയോളജിന്റെ മറ്റേ പാഠം പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ട്യൂഷനിൽ നാളെ ഫിസിക്സ് ആണ്. ഫിസിക്സ് മാത്രമല്ല ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട്. ഓരോ സബ്ജക്റ്റും 1 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നാളെ ഫിസിക്സിന്റെ സാറ് ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ വെറും ഒരു ചോദ്യം ചോദിക്കലല്ല ഉണ്ടാവുക. നാളെ ഒരു യുദ്ധം തന്നെ ഉണ്ടാവും. കാരണം അതിന്റെ ഒരു അടി കിട്ടിയാല് സ്വർഗം കാണൂല, നരകം തന്നെ കാണും. ഇനിയിപ്പോ നമ്മൾ എത്ര ആൻസർ പറഞ്ഞാലും അടി ഉറപ്പാ. കാരണം നമുക്ക് ആൻസർ കിട്ടാതാവണ വരെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഒരു വകി പഠിക്കാതെ പോകുന്നതിനെക്കാട്ടും നല്ലത് എന്തേലൊക്കെ പഠിച്ചു പോകണമെന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഫിസിക്സ് ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ആരും കാൻഡിൽ ഡിന്നർ ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇതൊരു കാൻഡിൽ സ്റ്റഡിയാണ്. നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇന്ന് പഠിക്കാൻ. അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.